കാലും നീട്ടി ഉമ്മറത്തിരുന്ന കാത്തിയമ്മൂമ്മ പെട്ടെന്ന് ഊന്നുവടി കയ്യിലെടുത്ത് അകത്തേക്കോടി. കട്ടിലിൽ കയറി ഒരു കമ്പളമിട്ട് കഴുത്തറ്റം മൂടി. പടിക്കൽ ആരുടെയോ ശബ്ദം. ആ ശബ്ദം കേട്ടതും കാത്തിയമ്മൂമ്മ ചെറുതായി ഞരങ്ങാൻ തുടങ്ങി. ജിത്തുക്കുട്ടനാണ് ആദ്യം ഞരക്കം കേട്ടത്. അവൻ ഒറ്റ ചാട്ടത്തിന് പടി കടന്ന് അമ്മൂമ്മയ്ക്കരികിലെത്തി. ഠോ ഒറ്റ ഒച്ച. കുരുത്തം കെട്ടവനെ എന്ന് നിലവിളിച്ചുകൊണ്ട് അമ്മൂമ്മ സ്പ്രിങ് പോലെ ചാടി കട്ടിലിൽ നിവർന്നിരുന്നു. അടി പൊട്ടു മുമ്പ് ജിത്തുക്കുട്ടൻ മുറ്റത്തെത്തി. ശബ്ദം കേട്ട് ബാഗും സാധനങ്ങളുമെല്ലാം വരാന്തയിലിട്ടിട്ട് ജിത്തുവിൻ്റെ അമ്മ ഓടി അമ്മൂമ്മയ്ക്കരികിലെത്തി. അമ്മൂമ്മയുടെ ഞരക്കത്തിൻ്റെ ശബ്ദം അല്പം കൂടി ഉച്ചത്തിലായി. ചേട്ടൻ ഊണ് കഴിച്ചിട്ട് മടങ്ങിക്കോളൂ, ഞാനും ജിത്തുക്കുട്ടനും 2 ദിവസം കഴിഞ്ഞ് വരാം. അമ്മൂമ്മയുടെ അവസ്ഥ കണ്ട് ബിന്ദു പറഞ്ഞു. ഭർത്താവ് രമേശ് തല കുലുക്കി. രമേശിന് പട്ടണത്തിൽ ബിസിനസ്സാണ്. തിരക്കോട് തിരക്ക്. വേഷം പോലും മാറാൻ നിൽക്കാതെ ബിന്ദു പൊടിയരിക്കഞ്ഞി അടുപ്പത്തിട്ടു. പച്ചക്കറികളൊന്നും മുറത്തിൽ കാണാഞ്ഞ് പുറത്തിറങ്ങി 5-6 ചീരയുടെ കതിർപ്പുകൾ പൊട്ടിച്ചു. പ്ലാവിൻ ചൂട്ടിൽ വീണ് കിടന്ന കുറച്ച് ചക്കക്കുരുവും പെറുക്കിയെടുത്തു. പെട്ടെന്ന് ഒരു തോരനും ഒഴിച്ചുകറിയും റെഡിയാക്കി. ചൂട് കഞ്ഞി കുടിച്ചപ്പോൾ അമ്മൂമ്മയുടെ ഞരക്കം കുറഞ്ഞു. തരം കിട്ടിയപ്പോഴൊക്കെ ജിത്തുക്കുട്ടൻ അമ്മൂമ്മയുടെ മുതുകത്തും തലയിൽ വരെയും കയറി നിരങ്ങി. പുതപ്പ് വലിച്ചെടുത്ത് ഒരറ്റം മുണ്ട് പോലെ അരയിലുടുത്ത് മുണ്ടിൽ തട്ടി വീണ് മുഞ്ഞുകുത്തി. അമ്മൂമ്മയുടെ ഞരക്കത്തിനും ജിത്തുക്കുട്ടൻ്റെ നിലവിളിക്കുമിടയിൽ ബിന്ദു ചക്രശ്വാസം വലിച്ചു. നേരം സന്ധ്യയായി. രമേശ് പോയോ മോളെ? അടുക്കളയിൽ എത്തി നോക്കി അമ്മൂമ്മ ചോദിച്ചു. പോയി അമ്മേ, 2 ദിവസം കഴിഞ്ഞു വരും. ഞാൻ 2 ദിവസം ലീവ് എടുക്കാമെന്ന് വച്ചു. അവിടുന്ന് അങ്ങോട്ട് അമ്മൂമ്മയുടെ കിടപ്പ് നിർത്തി അമ്മൂമ്മ മെല്ലെ നടക്കാനും നാമം ജപിക്കാനും കറിക്കരിയാനും എല്ലാം ആരംഭിച്ചു. ജിത്തുക്കുട്ടൻ മടിയിൽ കിടന്ന് അമ്മൂമ്മയുടെ പറഞ്ഞാലും തീരാത്ത കഥകൾ കേട്ട് ആവേശം കൊണ്ടു. ഇടയ്ക്ക് നീളൻ കാതിൽ വിരലിട്ടു, മുടിയിൽ പിടിച്ചു വലിച്ചു. പടക്കം പൊട്ടുന്ന പോലുള്ള അടി കൊണ്ടിട്ടും വീണ്ടും ഇരട്ടി ആവേശത്തിൽ വന്ന് മടിയിൽ കിടന്നു. അങ്ങനെ കഥ കേൾക്കാൻ തോന്നുന്ന എന്തോരാകർഷണം ജിത്തുക്കുട്ടന് അമ്മൂമ്മയുടെ കഥകളോടുണ്ടായിരുന്നു. കുഴമ്പിൻ കുപ്പിക്കുള്ളിലേക്ക് കുഞ്ഞു വിരൽ കടത്തി വിരൽത്തുമ്പിൽ പറ്റിയ കുഴമ്പ് അമ്മൂമ്മയുടെ മുതുകത്ത് പുരട്ടി തിരുമ്മൽ എന്നും പറഞ്ഞ് ഇടിച്ചു കൂട്ടുകയാണ് ജിത്തുക്കുട്ടൻ. ഇടയ്ക്കൊക്കെ അമ്മൂമ്മയ്ക്ക് നന്നായി നോവുന്നുമുണ്ട്. അമ്മൂമ്മ ഇന്നലെ എന്തിനാണ് ഞരങ്ങിയത്? ഇപ്പോൾ എന്താ ഞരങ്ങാത്തേ? ഞരക്കം മാറാൻ എന്ത് മരുന്നാ അമ്മൂമ്മേ? എന്നു തുടങ്ങി മരിക്കാറാകുമ്പോഴാണോ അമ്മൂമ്മേ ഞരക്കം വരിക എന്നുവരെ നീളുന്ന സംശയങ്ങൾ. അമ്മൂമ്മയ്ക്ക് ഉത്തരം മുട്ടിയാൽ മുതുകിൽ കുഞ്ഞി കൈകൊണ്ട് മുട്ടനിടി പൊട്ടും. കാലൻ കയറും കൊണ്ട് അടുത്ത് വരുമ്പോഴാ ഞരക്കം വരിക. കുഞ്ഞുങ്ങളെ കാലന് ഒത്തിരി ഇഷ്ടമാ. അവരെ ഉപദ്രവിക്കില്ല. ജിത്തുക്കുട്ടൻ വന്ന് കെട്ടിപ്പിടിച്ച് ചേർന്ന് കിടന്നപ്പോൾ കാലൻ കയറിടാതെ തിരിച്ചുപോയി. അങ്ങനെ അമ്മൂമ്മ രക്ഷപ്പെട്ടു. ഇടി കൊള്ളാതിരിക്കാൻ ഇങ്ങനെ അമ്മൂമ്മ ഉണ്ടാക്കുന്ന കെട്ടുകഥകൾക്ക് കണക്കില്ല. രാത്രി അമ്മയോടൊപ്പം കിടന്ന ജിത്തു ഉറക്കെ കരഞ്ഞ് ശാഠ്യം പിടിച്ച് അമ്മൂമ്മയോടൊപ്പം കിടന്നു. രാത്രി അവൻ്റെ ഇടിയും തൊഴിയും കൊള്ളണ്ടല്ലോ എന്ന് കരുതിയാണ് അമ്മൂമ്മയുടെ കട്ടിലിൽ നിന്നും അവനെ മാറ്റി കിടത്തിയത്. പക്ഷേ അവൻ സമ്മതിക്കണ്ടേ? അമ്മൂമ്മ ചവിട്ടുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. പതിവ് പോലെ ജിത്തു വൈദ്യർ നേരം വെളുത്തതും തിരുമു ചികിത്സ തുടങ്ങി. തിരുമുന്നതിനിടയിലാണ് ഉടുപ്പുകൾ ബാഗിൽ മടക്കി വയ്ക്കുന്ന അമ്മയെ കണ്ടത്. അവൻ്റെ മുഖം വാടി. അവൻ അമ്മൂമ്മയുടെ ചെവിയിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. അമ്മൂമ്മയെ വിരലിൽ പിടിച്ച് വലിച്ച് കട്ടിലിനരികിൽ കൊണ്ടിരുത്തി. കാലുയർത്തി കട്ടിലിൽ വച്ച് പിറകോട്ട് തള്ളി കട്ടിലിൽ കിടത്തി. കമ്പളമിട്ട് പുതപ്പിച്ചു. കമ്പളത്തിനടിയിൽ കിടന്ന് പുളയുന്ന കുഞ്ഞു തല ഇടയ്ക്കിടെ കമ്പളം പൊക്കി ഞരങ്ങാൻ തുടങ്ങി. അമ്മ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അമ്മൂമ്മയെ നോക്കി ചിണുങ്ങിക്കൊണ്ട് അവൻ കേണു. ഞരങ്ങമ്മൂമ്മേ. അമ്മൂമ്മയുടെ കണ്ണ് നിറഞ്ഞു. അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ടേ മക്കളെ? അച്ഛൻ ഇപ്പോൾ എത്തും. കുഞ്ഞു പോയി ഉടുപ്പിട്. അതുകൂടി കേട്ടപ്പോൾ അവൻ ഉറക്കെ കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് ശ്വാസം മുട്ടി. ദേഹം ചൂടായി. ചെറിയ പനിയും. ബിന്ദു വിഷമത്തിലായി.
ഈ പനിയും വച്ചുകൊണ്ട് ഇത്ര ദൂരം. ശമ്പളമില്ലാതെ എങ്ങനെ ഈ മാസം? മോളെ, അമ്മുമ്മ ബിന്ദുവിനെ അടുത്തേക്ക് വിളിച്ചു. ഇവിടെ വല്ല വാടകയ്ക്കും കൊടുത്തോളൂ, ഞാൻ അങ്ങ് വരാം. എൻ്റെ പിടിവാശി കൊണ്ട് ഈ കുഞ്ഞു മോൻ പോലും. ചുവരിലെ അപ്പൂപ്പൻ്റെ ചിത്രവും കുഴമ്പും മുറുക്കാൻ ജല്ലവും എടുത്ത് അമ്മൂമ്മ ബാഗിനരികിൽ വച്ചു. ജിത്തുകുട്ടൻ തുള്ളിച്ചാടി. അമ്മൂമ്മയെ ഇനി ഒരു കാലനും പിടിക്കൂല. ഞങ്ങളുടെ ഫ്ലാറ്റിലെ വിരല് പതിപ്പിച്ചാലേ കയറാൻ പറ്റൂ. ഈ കുഞ്ഞു കാലൻ അമ്മയെ കൊല്ലുവോ? അമ്മൂമ്മയുടെ ചോദ്യം കേട്ട് ജിത്തുകുട്ടൻ ചിരിപൊട്ടി.